ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഒരു ഷൂ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഷൂസ് മേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ അതേ കളറിൽ തന്നെ അതേ മെറ്റീരിയൽ വെച്ച് തന്നെയൊക്കെ നമുക്ക് ഇതുപോലെ ഷൂസൊക്കെ മേക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂസിനുള്ളതെല്ലാം. അപ്പം ഞാനിവിടെ അളവ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വേണ്ടത് കാൽപാദത്തിൻ്റെ അവിടെ വരുന്ന മെറ്റീരിയലിന് നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 5.5 വിഡ്ത്ത് 4 വേണ്ടത്. എന്നിട്ട് അത് നമ്മൾ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പീസ് വേണം. അതിൻ്റെ വിഡ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ 6 ഇഞ്ചും പിന്നെ അതിൻ്റെ ലെങ്ത് വരുന്നത് 3.5 അതും നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പിൻ്റെ പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പീസ് വേണം. അതിൻ്റെ വിഡ്ത്ത് 5ഉം ലെങ്ത് 9 വരുന്നത്. എന്നിട്ട് നമുക്കിനി ക്യാൻവാസ് വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ക്യാൻവാസ് വെച്ച് ആ മുകളിലത്തെ ഭാഗവും ആ ഓവൽ ഷേപ്പ് വരുന്ന ഭാഗവും പിന്നെ ആ ഹാഫ് ഓവൽ ഷേപ്പ് വരുന്ന ഭാഗവും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ 2 കാലിനുമായിട്ടുള്ളത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി മെറ്റീരിയലും കട്ട് ചെയ്യണം. മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോഴും ഒരു കാലിന് 2 പീസ് വീതം വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ആ മുകളിൽ വരുന്ന ഭാഗത്ത് നല്ല വർക്കുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളതും കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ളത് കട്ട് ചെയ്തു. പിന്നെ ആ ഓവൽ ഷേപ്പ് വരുന്നതും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ളത് ആ വലിയ പീസാണ്. പിന്നെ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കാനുള്ളതാണത്. അത് ഞാനിവിടെ 2 കാലിനായിട്ടുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് ഇലാസ്റ്റിക്കും വേണം. ഇതുപോലെ 1/2 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക് ഇതുപോലെ എടുക്കുക. ഇത് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ആ 9 ഇഞ്ച് നീളത്തിൽ വരുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. 5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്തും എടുക്കാനാണ് പറഞ്ഞത്. ആ വീതിക്ക് ഇത് മടക്കിയിടുക. അപ്പം എന്നിട്ട് ഇത് മടക്കി ഇടുമ്പോഴത്തേക്ക് ഒരു 2.5 വരും. ആ രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഇലാസ്റ്റിക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അരികത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. താഴേക്ക് ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ വലിക്കുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് വിട്ടു പോകരുതും. ആ രീതിക്ക് 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് താഴേക്ക് സൂചി നിർത്തുക. സൂചി നിർത്തിയതിന് ശേഷം ഇതുപോലെ താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പം നമ്മൾ ഇലാസ്റ്റിക് വലിച്ചു പിടിക്കണം. മാക്സിമം വലിച്ചു പിടിക്കുക. മാക്സിമം എത്രത്തോളം നമുക്ക് വലിക്കാവോ അത്രത്തോളം വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോഴത്തേക്ക് ആ മെറ്റീരിയൽ ചുരുങ്ങി വന്നോളും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് അരികത്തും ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 കാലിനുള്ളത് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. എന്നിട്ട് നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഷൂവിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആ ഓവൽ ഷേപ്പിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ മെറ്റീരിയൽ ഇതുപോലെ നല്ല പീസ് ആദ്യം ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസും വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നത് നമ്മൾ ആദ്യം നല്ല പീസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ആ 2.5 മീറ്റർ വരുന്ന ബാലൻസ് ആ 2.5 വരുന്ന സ്ഥലമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. റൗണ്ടിലാക്കി കൊണ്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്യാൻവാസും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരും. നമുക്ക് ആ ഇലാസ്റ്റിക് നമ്മൾ കാലിലേക്ക് കയറ്റുമ്പോഴത്തേക്കും വലിഞ്ഞേക്കാൻ പാകത്തിന് ഇതുപോലെയാണ് വരുന്നത്. അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ പാദത്തിൻ്റെ ഭാഗത്തേക്ക് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന ഫുൾ ഓവലിലുള്ള ആ മെറ്റീരിയലാണ്. അന്നേരം ആദ്യം നല്ല പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പുറത്ത് നമ്മൾ പിന്നെ ലൈനിങ്ങും വെച്ച് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വേണം ക്യാൻവാസ് വരാനായിട്ട്. അപ്പുറം തുണി മെറ്റീരിയലും വരണം. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റേ പീസിനെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിത് കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉണ്ട്. അതിനുശേഷം മറ്റേ പീസ് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് മുകൾ ഭാഗത്തെ സെൻറ്ററും താഴ്ഭാഗത്തെ സെൻറ്ററും കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുത്താൽ മതി. മുകളിലും താഴെയും കറക്റ്റായിട്ട് വെച്ച് കൊത്തിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ മറ്റേ മെറ്റീരിയലും ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഈ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ കറക്റ്റ് നോക്കി രണ്ടിൻ്റെയും ഒരുമിച്ച് നമ്മൾ ആ കൊത്തിട്ട ഭാഗം ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ആ സെൻറ്റർ വരുന്ന ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ ആ ഞൊറുവിട്ട ഭാഗമാണ്, ഞൊറുവിട്ട ഭാഗമല്ല, നമ്മൾ ഇലാസ്റ്റിക് ഇട്ട ഭാഗത്ത് ഞൊറു ഇടുകയാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് വെച്ച മെറ്റീരിയലിന് രണ്ട് സൈഡിൽ നിന്നും 2-3 ഞൊറു വീതം കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് വരികയുള്ളൂ. സെൻറ്റർ ഭാഗത്തു നിന്ന് അപ്പുറം ഇപ്പുറം 2-3 ഞൊറു ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറു ഇട്ട് കൊടുത്തിട്ട് നമ്മളതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചുറ്റിനും ഓരോ കൊത്തിട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട്, അരികെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം ചുറ്റിനും. എന്നിട്ട് നമ്മളത് മറിച്ചെടുക്കുക. ഷൂ മേക്ക് ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് ഞാനിത് കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ കണക്ക് മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബട്ടർഫ്ലൈ കണക്ക് കട്ട് ചെയ്തിട്ട് അത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു ചെയ്തത്. ഇതുപോലെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്ന കൂട്ടുള്ള ഫ്ലവേഴ്സോ കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.